പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുടെ ധ്യാനം എങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വിശുദ്ധിയിൽ നമുക്ക് ആഴപ്പെടണമെങ്കിൽ ആനുപാതികമായി നമ്മുടെ വിശ്വാസം ജ്വലിക്കണം, ഉയരണം. വിശ്വാസം വേണം. എന്ത് പ്രതികൂല സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ടായാലും എൻ്റെ കർത്താവ് അവിടുത്തെ കരങ്ങളിൽ എന്നെ വഹിച്ചുകൊള്ളും, താങ്ങിക്കൊള്ളും എന്നുള്ളൊരു ധൈര്യമുണ്ടാകണം, ഉറപ്പുണ്ടാവണം. ജീവിതമല്ലേ, എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ എൻ്റെ കർത്താവ് അറിയാതെ മത്തായി ശ്ലീഹ പറയുന്നത് പോലെ എൻ്റെ ഒരു തലമുടിയിഴ പോലും കൊഴിയുന്നില്ല, എല്ലാ തലമുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരണം. അതാണ് ആ ഒരു വിശ്വാസം ഉണ്ടാവണം. വചനം പറയുന്നത് എന്താ? എബ്രായർ 11:6 വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല, അസാധ്യമാണ്. നിനക്ക് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനോ വിശ്വാസമില്ലാതെ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി കയറാനോ സാധിക്കത്തില്ല. ചങ്കിന് അകത്തൊരു വിശ്വാസം, ചങ്കുറപ്പുള്ള ഒരു വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ലൂക്കായി 22:31 നമ്മുടെ കർത്താവായ ഈശോ ശിമിയോനോട് പറയാണ്, ശിമിയോൻ ശിമിയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുക. കർത്താവ് പീഡാസഹനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിമിയോനോട് പറയുകയാണ്, ശിമിയോനെ, സാത്താൻ നിന്റെ വിശ്വാസത്തെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്ന് പറയുക. അത് അവനെ ഒരുക്കുകയാണ്. നിനക്ക് വിശ്വാസം ഉണ്ടാവണം, നിൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ കൂടെ ഇത്രയും നാളും നടന്നപ്പോൾ നിനക്ക് ലഭിച്ചായൊരു വിശ്വാസം കൈവിട്ട് കളയരുത്. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മകനെ എന്ന് ഈശോ പറയുകയാണ്. ഇതുപോലെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ടല്ലോ, വിശുദ്ധിയുടെ പടവുകൾ നമ്മളിങ്ങനെ ചവിട്ടി കയറുമ്പോൾ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ ഒരുപാട് പ്രലോഭനങ്ങളും വിശ്വാസത്തിൻ്റെ മേഖലകളിൽ ഒരുപാട് ഉപദ്രവങ്ങളും വിശ്വാസത്തിൻ്റെ മേഖലകളിൽ നമ്മളെ ചഞ്ചലപ്പെടുത്താനുള്ള പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥനയോടുകൂടെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ശരണപ്പെട്ട് അവയെല്ലാത്തിനെയും മറികടക്കണം. ഈശോ സാത്താൻ കൊണ്ടുവന്ന പരീക്ഷണങ്ങളെ മറികടന്നതുപോലെ നമ്മളും വിശ്വാസം കൊണ്ട് പരീക്ഷണങ്ങളെ മറികടക്കണം, വിശുദ്ധരായിട്ട് മാറണം. വിശ്വാസത്തിൽ പരീക്ഷണങ്ങളുണ്ടാകും, പരീക്ഷകളുണ്ടാവും. അവ മറികടന്നാലേ നിനക്ക് വിശുദ്ധനായി തീരാൻ കഴിയുള്ളൂ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ, എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.